ഗൈസ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ജോലികളെ കുറിച്ചിട്ടാണ്. ഒത്തിരി കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ് ഹൈ പേയിങ് ജോബുകൾ ആഫ്റ്റർ പ്ലസ് ടു ഏതൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോയിലോട്ട് വന്നിട്ടുള്ളത് നമ്മുടെ തമ്പനയിൽ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ ഹൈ പേയിങ് സാലറിയിലോട്ട് വരുന്ന സമയത്ത് ഞാനിതൊരു 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോഴ്സിലൂടെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രിയിലൂടെ നമ്മളൊരു നല്ല ഹൈ പേയിങ് ജോലിയിലോട്ട് എത്തിപ്പെടുക എന്നുള്ളത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ. അത് ഷോർട്ട് ടൈം പ്രോഗ്രാമുകളാവാം അല്ലെങ്കിൽ ഡിഗ്രികളാവാം. സ്കില്ലിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ ഹൈ പേയിങ് സാലറിയിലോട്ട് എത്തുന്നത്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഗവൺമെൻറ് ജോബുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഹൈ പേയിങ് സാലറി ജോലികൾ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി വരാൻ പോകുന്ന കാലത്ത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ആഫ്റ്റർ പ്ലസ് ടു മലയാളം എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഡിഗ്രിയിലൂടെ ഹൈ പേയിങ് ജോലിയിലോട്ട് എത്തുന്നതിനെ കുറിച്ചിട്ടാണ്. ഡോക്ടർമാർ MBBS ആവാം, BDS ആവാം, ഇനിയിപ്പോൾ ആയുർവേദ ഡോക്ടേഴ്സ് ആവാം, ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ആവാം. ഡോക്ടേഴ്സിന് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു 100% ജോലിയും കിട്ടും. സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് PG പ്രോഗ്രാമും അവരുടെ സ്പെഷ്യലൈസേഷൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് MBBS ആയിക്കോട്ടെ, BDS ആയിക്കോട്ടെ, അവരെന്താണോ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നല്ല സാലറി ഇല്ല അല്ലെങ്കിൽ നല്ല ഹൈ പേയിങ് ജോലിയിലോട്ട് എത്താൻ പറ്റുന്ന പ്രൊഫഷനാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത് എഞ്ചിനീയറിംഗ്. ഡോക്ടർമാർ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എഞ്ചിനീയറിംഗ് ആണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നതൊക്കെ പാലങ്ങളാവട്ടെ, ടണലുകളാവട്ടെ, അല്ലെങ്കിൽ മെക്കാനിക്കൽ പരമായിട്ടുള്ള എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, സ്ട്രക്ചേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എനിത്തിങ് എല്ലാ മേഖലയിലും എഞ്ചിനീയർമാരുണ്ട്. ഇലക്ട്രോണിക് ആയിക്കോട്ടെ, ഡ്രസ്സസ് ആയിക്കോട്ടെ, എല്ലായിടത്തും ടെക്നോളജി ഇല്ലാതെ ഇന്ന് നമ്മുടെ ലോകം മുന്നോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെയും എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെയും സൈബർ സെക്യൂരിറ്റിൻ്റെയും ഡാറ്റാ സയൻസിൻ്റെയും മെഷീൻ ലേണിങ്ങിൻ്റെ ഒക്കെ കാലഘട്ടത്തിലാണ്. അപ്പോൾ എഞ്ചിനീയറിങ്ങിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എഞ്ചിനീയറിങ്ങിന് അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന ഇതിനൊക്കെ സ്കില്ല് വേണം. അപ്പോൾ ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ഇനി ഞാൻ പറയാൻ പോകുന്ന ഏതൊരു കോഴ്സ് ആണെങ്കിലും കുറച്ചൊക്കെ സ്കില്ലും കൂടി നമുക്ക് വേണം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് നല്ല ജോലി കിട്ടണമെന്നില്ല. അപ്പോൾ രണ്ടാമത്തെ ഹൈ പേയിങ് സാലറി ജോബ് എന്ന് പറയുന്നത് എഞ്ചിനീയർമാരാണ്. ഇനി മൂന്നാമത്തെ ഏറ്റവും ടോപ്പ് കോഴ്സ് പ്രൊഫഷണൽ കോഴ്സിലൂടെ ഇനി മൂന്നാമത്തെ ഏറ്റവും നല്ല കോഴ്സ് എന്ന് പറയുന്നത് CA ആണ്, ചാർട്ടേഡ് അക്കൗണ്ടിങ്. ആഫ്റ്റർ BCom പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം BCom കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ട് ആവാം. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന സാലറി കിട്ടുന്ന ഒരു പൊസിഷനാണ് CA എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ്സ് ആണ്. അഡ്വക്കേറ്റ്സ് അറിയാലോ, ക്രിമിനൽ അഡ്വക്കേറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ പല ഏരിയാസിലും അഡ്വക്കേറ്റ്സ് ഉണ്ട്. അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളിൽ അഡ്വക്കേറ്റ്, അവരുടെ ലീഗൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബാങ്കുകളിൽ വർക്ക് ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ട്. അപ്പോൾ അഡ്വക്കേറ്റ് വക്കീലന്മാർക്ക് ഇന്ന് നല്ല ശമ്പളം കിട്ടുന്ന വക്കീലന്മാരുണ്ട്. ഞാൻ ഈ പറഞ്ഞ കോഴ്സിനൊക്കെ ഉണ്ട് കേട്ടോ. ശമ്പളം കിട്ടുന്ന ആൾക്കാരുണ്ട്, ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നല്ലൊരു വക്കീൽ, അതിനുള്ള സ്കില്ലും അതിനുള്ളൊരു അഭിരുചിയും അതിനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു വക്കീലാവാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വക്കീലന്മാർക്ക് അത്യാവശ്യം നല്ല ശമ്പളം കിട്ടുന്ന, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് സാലറി പേ ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത്, ലോയർമാർ എന്ന് പറയുന്നത്. പിന്നെ പൈലറ്റ് എന്ന് പറയുന്നതും ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ചെയ്യുന്നത്. ഏകദേശം 2 years to 3 yearsന്റെ ഉള്ളിലാണ് അതിൻ്റെ ഡ്യൂറേഷൻ വരിക. ഡിപ്പെൻഡിങ് ഓൺ ഫ്ലൈ സ്കൂള് അതുപോലെ തന്നെ കൺട്രി കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റങ്ങൾ വരും. അപ്പോൾ പൈലറ്റുമാർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ വൺസ് ഒരു പൈലറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളൊരു ക്യാപ്റ്റൻ ലെവലിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് പൈലറ്റുമാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രൊഫഷനാണ് മെർച്ചന്റ് നേവി. കപ്പലുമായിട്ട് ബന്ധപ്പെട്ട കപ്പിത്താനാവുക അല്ലെങ്കിൽ കപ്പലിൻ്റെ എഞ്ചിനീയർ ആവുക. മറൈൻ എഞ്ചിനീയറിങ്ങും അതുപോലെ തന്നെ നോട്ടിക്കൽ സയൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം നല്ല സാലറിയിലോട്ട് നമുക്ക് ഹൈ പേയിങ് ജോലി കിട്ടുന്ന മറ്റൊരു പ്രൊഫഷനാണ് ഈ മെർച്ചന്റ് നേവി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രോഗ്രാമാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. ഇപ്പോൾ പ്രൈവറ്റ് കമ്പനികളിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുക, അതിൽ ശമ്പളം കിട്ടും, അതിനനുസരിച്ച് നമുക്ക് കമ്മീഷൻ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്
ഏത് സെയിൽസ്. ഇന്ന് ലോകത്ത് ഏറ്റവും ടോപ്പ് ശമ്പളം കിട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് സെയിൽസിലൂടെയാണ്. അപ്പോൾ സെയിൽസും അടിപൊളി ഹൈ പേയിങ് ജോബാണ്. അതിന് BBA MBA ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം സെയിൽസിൽ സ്പെഷ്യലൈസേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളൊരു സ്കില്ലുണ്ട്. ഒരു ഡീലൊക്കെ ക്ലോസ് ചെയ്യാനുള്ള ഒരു സ്കില്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെയിൽസ് നല്ല ഹൈ പേയിങ് ജോബ് തരുന്ന ഒരു ഹൈ പേയിങ് സാലറി തരുന്ന ഒരു ജോബാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചേഴ്സിന് അത്യാവശ്യം നല്ല സ്കോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല സാലറി, നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കിനനുസരിച്ചിട്ടും നമുക്ക് ഹൈ ഡിമാൻഡ്. ആർക്കിടെക്ചറുടെ പേരും അവരുടെ ഒരു ബ്രാൻഡ് വാല്യൂക്കും അനുസരിച്ചിട്ട് നല്ല സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് ആർക്കിടെക്ചേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നേഴ്സിംഗ്, ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കുട്ടികൾ ചെയ്യുന്ന പ്രോഗ്രാമാണ് നേഴ്സിംഗ് കഴിഞ്ഞാൽ വിദേശത്ത് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലെ കാര്യമല്ല പറയുന്നത്, പുറത്തോട്ടേക്ക് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല സാലറി കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇപ്പോൾ എയിംസ്, ജിപ്മർ പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. പിന്നെ പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകളിൽ BOT, ഒക്യുപേഷണൽ തെറാപ്പി, BASLP, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി, MIT, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, കാർഡിയക് കെയർ ടെക്നോളജി പോലുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ ഇതിനും അത്യാവശ്യം നല്ല സാലറി കിട്ടും. പിന്നെ സ്കിൽ ബേസ്ഡ് ആണ്. ഇപ്പോൾ പ്രാക്ടീസിങ് കരിയർ ആയിട്ടുള്ള BOT, BASLP, BPT ഒക്കെ പഠിച്ചിറങ്ങി കഴിഞ്ഞാലും നമുക്ക് അതിനുള്ള സ്കില്ലും നമുക്ക് നമ്മുടെ ഒരു ഐഡന്റിറ്റിയിൽ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സാലറിയിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്ന പ്രോഗ്രാമുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയും പ്രോഗ്രാമുകളാണ് ബേസിക് ആയിട്ട് +2 കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൊഫഷണൽ ഡിഗ്രി വഴി അല്ലെങ്കിൽ ഒരു കോഴ്സിലൂടെ നമുക്ക് നല്ലൊരു ജോലിയിലോട്ടും നല്ലൊരു സാലറിയിലോട്ടും എത്താൻ പറ്റുന്നത്. ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി ഓഫ് ജോലികൾ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ ഏതെങ്കിലും ജോലികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ജോബ്സ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത് അത് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ജോലികളാണ്. ഫോർ എക്സാമ്പിൾ എയറോസ്റ്റസ് എന്ന് പറയുമ്പോൾ ഗുഡ് ലുക്കിംഗ് ആയിരിക്കണം, വേണ്ടത്ര ഹൈറ്റ് വേണം, നമുക്ക് നല്ല പേഴ്സണാലിറ്റി വേണം. അതൊരു പാഷനേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ്, മീൻസ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ജോബുകളാണ് എയറോസ്റ്റസ് അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ എന്നൊക്കെ പറയുന്നത്. അതിനും അത്യാവശ്യം നല്ല സാലറി ഇന്ത്യയിൽ കിട്ടുന്ന ഒരു പ്രോഗ്രാമാണത്. ഇനി മറ്റൊരു മേഖല എന്ന് പറയുന്നത് ഹോസ്പിറ്റാലിറ്റി മേഖലയാണ്. അതായത് ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ടൂറിസം മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട റിസോർട്ടുകൾ, അതുപോലെ തന്നെ 5 സ്റ്റാർ ഹോട്ടലുകൾ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകൾ, ഇതുപോലത്തെ ടൂറിസം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ, ഹോസ്പിറ്റാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നല്ലൊരു പൊസിഷനിലോട്ട് എത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല സാലറി കിട്ടുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് അത്. പിന്നെ ഡിസൈനിങ് മേഖലയിലോട്ട് ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ്, ഇന്റീരിയർ ഡിസൈനിങ്, ലെതർ ഡിസൈനിങ്, ഫുഡ്വെയർ ഡിസൈനിങ് പോലുള്ള ഡിസൈനിങ് കോഴ്സുകളുണ്ട്. അപ്പോൾ ഇതുപോലെ ഡിസൈനിങ് മേഖലയിലോട്ടൊക്കെ പോകാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസൈനിങ് കോഴ്സുകൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് പേയ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന, പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന, നല്ല സാലറിയിലോട്ട് എത്താൻ പറ്റുന്ന പ്രോഗ്രാമുകളാണ് ഇതൊക്കെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ഉള്ള മറ്റൊരു പ്രോഗ്രാമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ, ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മൾ കാണുന്ന ആഡുകൾ, അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ ആഡുകൾ വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആണെന്നുണ്ടെങ്കിലും, യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും, ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിലും, ഇനി ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ അഡ്വർടൈസ്മെന്റ് കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയ ആഡുകൾ കാണുന്നുണ്ട്, ഗൂഗിൾ ആഡ് കാണുന്നുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ അഡ്വർടൈസ്മെന്റ്, അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിനായിട്ടൊരു പ്രൊഫഷൻ ഉണ്ട്. നമുക്ക് ഡിജിറ്റലി നമ്മുടെ ഒരു കമ്പനിയുടെ കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രൊഫഷനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതും അത്യാവശ്യം നല്ല സാലറി കിട്ടാൻ ചാൻസ് ഉള്ള നല്ല കോഴ്സാണ്. പക്ഷെ നല്ല രീതിയിൽ നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാമാണ് പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ വീഡിയോഗ്രാഫി പഠിക്കുക. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും അത്യാവശ്യം നല്ല സാലറി കിട്ടും. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള പല ഫോട്ടോഗ്രാഫേഴ്സും ഓരോ വർക്കിനും ലക്ഷങ്ങളാണ് മേടിക്കുന്നത്. അപ്പോൾ അതും നല്ല പ്രോഗ്രാമാണ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല സാലറിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രോഗ്രാമാണ് സിനിമ, സീരിയലുകളൊക്കെ എഡിറ്റ് ചെയ്യുന്ന എഡിറ്റിംഗ് മേഖലയിലോട്ട് എത്തിപ്പെടുക എന്ന് പറയുന്നത്. എഡിറ്റിംഗ്, ആനിമേഷൻ, VFX, ഗ്രാഫിക്സ്, ഈ മേഖലയിൽ ജോലിക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സാലറിയിലോട്ട് എത്താൻ പറ്റും. ഇതൊക്കെ സ്കിൽ ബേസ്ഡ് പ്രോഗ്രാമുകളാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട്, ഫിറ്റ്നസ് കോച്ച് ഉണ്ട്,
അല്ലെങ്കിൽ നമ്മളെ ഫിറ്റ്നസ് കോച്ച് അല്ലെങ്കിൽ സ്പോർട്സ് കോച്ച് എന്നൊക്കെ പറയും. ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിലായതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പല ആൾക്കാരും ജിമ്മുകളിൽ ഫിറ്റ്നസ് കോച്ചുകൾ വെക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫിറ്റ്നസ് കോച്ച് ആകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, പേഴ്സണൽ കോച്ചൊക്കെ ആവാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ഡിമാൻഡിങ് സാലറി കിട്ടുന്ന പ്രോഗ്രാം തന്നെയാണ് അതൊക്കെ. പിന്നെ വരുന്നത് ഗവൺമെന്റ് ജോബുകളാണ്. അതാണ് മൂന്നാമത്തത്. UPSC ഒക്കെ എഴുതിയിട്ട് IAS, IPS, IFS പോലുള്ള തസ്തികയിലോ അല്ലെങ്കിൽ റെയിൽവേ, ഡിഫൻസ് മേഖലയിലോ ഇതുപോലെ PSC എഴുതിയിട്ട് കേരള ഗവൺമെന്റ് സ്ഥാപനങ്ങളിലോ ഒക്കെ കയറി പറ്റാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് സ്കെയിലിൽ കിട്ടുന്ന സാലറി, അതിപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ 80,000 രൂപ മുതൽ 2 lakh വരെയൊക്കെയാണ് ആവറേജ് സാലറി പോവുക. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ ഒരു 40,000 rupees മുതൽ ഒരു 1.5 lakh വരെയാണ് സാലറി കിട്ടുന്നത്. അപ്പോൾ പോലീസിൽ തന്നെ ഹയർ പൊസിഷനിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും കോഴ്സുകൾ അല്ലെങ്കിൽ ഇത്രയും മേഖലകളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഹൈ ഡിമാൻഡിങ് സാലറി നേടാൻ പറ്റുന്ന കോഴ്സുകൾ. ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലത്തെ ഏതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മേഖലകളാണ് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നതെന്ന്. പിന്നെ വേറൊരു കാര്യം, ഇനിയിപ്പോൾ ഏറ്റവും ടോപ്പ് ശമ്പളമല്ല, നമ്മൾ ഏറ്റവും ടോപ്പ് ലെവലിൽ ഏൺ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ഫേമിൻ്റെ അണ്ടറിലോ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓൺടർപ്രണർ ആവുക എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ളത്. പിന്നെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമാണ് ട്രേഡിങ്. സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യുക. അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യുന്നവരുണ്ട്, ഇന്റർനാഷണൽ ലെവലിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതേപോലെ ട്രേഡിങ്ങും നല്ലതാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ട്രേഡിങ് ചെയ്യുന്ന പരിപാടി നല്ലതാണ്. ഇതൊക്കെ ഏത് മേഖലയാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള സ്കില്ലുണ്ടോ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ച ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആർക്കിടെക്ചേഴ്സും പഠിച്ചിറങ്ങി സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അതിൽ ഏറ്റവും ടോപ്പ് ലെവലിലോട്ട് എത്താനുള്ള കഴിവും താല്പര്യവും കഠിനാധ്വാനവും വേണം. വൺസ് എത്തിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ നല്ല സാലറി ലഭിക്കാവുന്ന മേഖലകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് പഠിച്ചു എന്ന് കരുതി നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് സാലറി കിട്ടണം എന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത കണ്ടന്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.